ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂപിഎസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ നമുക്കിപ്പോൾ അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ഗെയിം ഇത് ഓപ്പൺ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലോഗിൻ ചെയ്യാം. നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണെന്ന് വന്നിട്ടുള്ളത് നോക്കാം. സോ ഇൻ്റർഫേസ് ആകെ മാറിയിട്ടുണ്ട്. നമ്മുടെ മെസ്സിയുടെ നെയ്മറിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രീമിയം പാക്കിൽ ഇപ്പോൾ നമ്മുടെ മെസ്സിയുടെ നെയ്മറിനെ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും വേൾഡ് കപ്പ് ഒരു 18-ാം തീയതി ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. എൻ്റെ ഒരു ഇതിൽ ചെറിയൊരു പാച്ച് അപ്ഡേറ്റ് ഉണ്ട്. സോ അത് കഴിയുമ്പോൾ തന്നെ അവരെ ഒരു കാർഡ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഈ ഫുട്ബോൾ പേസ് 18-ാം തീയതി വരെ ഉള്ളൂ, ഡിവിഷൻ പേസൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും കൊണ്ടുവരാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. പറഞ്ഞ പോലെ തന്നെ റൊണാൾഡോയുടെ ഒക്കെ കാർഡ് ഉണ്ടാവും ഇന്നലത്തെ പോലെ. സോ ലെറ്റ്സ് സി. റൗണ്ട് അടിക്കുകയാണ്. റൊണാൾഡോയുടെ ഉണ്ട്, പിന്നെ ജർമ്മനിയുടെയും നെതർലാൻഡ്സിൻ്റെ പ്രീമിയം പാക്ക് ഇംഗ്ലണ്ടിൻ്റെയും ഉണ്ട് കേട്ടോ. പിന്നെ ബ്രസീലിലൊക്കെ 8-ാം തീയതി കഴിഞ്ഞിട്ടേ വരുന്നുണ്ടാവുള്ളൂ. എന്തായാലും ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 10,000 അത് സാധാ കിട്ടുന്നതാണ്. ഓക്കെ, ദി ഫുട്ബോൾ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഏകദേശം ഇന്നൊരു 100 കോയിൻ ഉണ്ടാക്കേണ്ടി ഉണ്ട്. ഓക്കെ, 300 കോയിൻ്റെ അടുത്ത് ഉണ്ടാക്കാം കേട്ടോ ഇന്ന്. സോ ലോഗിൻ ചെയ്തിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ലോഗിൻ ചെയ്താൽ മതി, കോയിൻ കിട്ടും. അതോടെ എടുക്കട്ടെ. ഓക്കെ, വില്യം പാച്ചോന് കിട്ടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ അടിച്ച ഭാഗമായിട്ടാട്ടോ അത് PSG. പിന്നെ അവിടെ മെസ്സിയുടെ ഫ്രീ ഷോർട്ട് ടൈം കാർഡ് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും പൊളിച്ചു. പ്ലെയർ റിവ്യൂ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുത്താട്ടോ നമുക്ക്. അതുപോലെ യമാലിൻ്റെ ഫ്രീ ട്രൈയും കിട്ടിയിട്ടുണ്ട്. ഫ്രീ ട്രൈ അല്ല, ഫ്രീ ഷോർട്ട് ടൈം കാർഡ്. പിന്നെ 50,000 അപ്പോളജി ഫ്രം അഡ്മിൻ. അത് ഒന്നും പറയില്ല വച്ചു. ഓക്കെ, ഇത് യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഹാസ് ബീൻ കോണ്ട് വന്നിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിൻ്റെ ആണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൻ്റെ. അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാക്ക് ഇതാ അച്ചാക്കി സെർജ് വരെയുള്ള പാക്കാണ് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ക്രൊയ്ഫ് ഉണ്ട്, ഇൻസാഗി ഉണ്ട്, ജോഡി ആൽബ ഉണ്ട്. അപ്പോൾ അച്ചാക്കി സെർജിൻ്റെ പുറകെ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് ആണ് നമ്മുടെ ക്രൊയ്ഫിന് വന്നിരിക്കുന്നത്. ഫിനോൽ ഫിനിഷിംഗ് ആണ് നമ്മുടെ ഇൻസായിക്ക് വന്നിരിക്കുന്നത്. പിന്നെ ജോഡി ആൽബയ്ക്ക് വന്നിരിക്കുന്നത് എഡ്ജർ ക്രോസിങ്ങും. സോ ഈ അച്ചാക്കി സെർജ് വെച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്പോണ്ട് ഹാഫിൽ നമുക്ക് വെച്ച് പന്ത് കിട്ടുക വിചാരിക്കുക. അപ്പോൾ എന്താ, ഈ സ്കില്ലുള്ള പ്ലെയർ ഉണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക് നല്ല രീതിയിലുള്ള റണ്ണ് എടുത്ത് അങ്ങോട്ട് കയറിക്കോളും. നമ്മുടെ ആ പ്ലെയറിൻ്റെ കയ്യിൽ തന്നെ പന്ത് കിട്ടണമെന്നില്ല. നമ്മുടെ ഓപ്പോണ്ട് ഹാഫിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലെയറുടെ കയ്യിൽ പന്ത് കിട്ടിയാൽ മതി. ഈ പ്ലെയറിൻ്റെ അറ്റാക്കിങ്ങുള്ള സ്പീഡും ആക്സലേഷനും ഒക്കെ കൂടി കിട്ടും. അതാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ പാക്ക് എന്തായാലും പാക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഐറ്റംസ് എടുക്കാം. സോ 10 ലോഗിൻ. പിന്നെ ഇത് യമാലിൻ്റെ ഷോർട്ട് ടൈം കാർഡ് കിട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷോർട്ട് ടൈം കാർഡ് കിട്ടും. ഇത് ഏകദേശം 103 ഒക്കെ ആയിട്ട് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ ഷോർട്ട് ടൈം കാർഡ് നമ്മുടെ യമാലിൻ്റെ റൈറ്റിംഗ് ഫോർവേഡാണ്. സോ നൈസ് കാർഡാട്ടോ, കാണുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ മെസ്സിയുടെ അർജന്റീനയുടെ മെസ്സിയുടെ എത്രാമത്തെ ഷോർട്ട് ടൈമാണത്? 4ാമത്തെയോ? മെസ്സിയുടെ കുറേ ഷോർട്ട് ടൈമായി കൊണ്ടുവരും. എന്തായാലും ഒരു പ്രീമിയം പാക്ക് എന്തായാലും മെസ്സിയുടെ കൊണ്ടുവരും, ഒരു ബിഗ് ടൈം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേൾഡ് കപ്പിൻ്റെ ഭാഗം. പിന്നെ വില്യം പാച്ചോട് ഇതും അവിടെ വെക്കട്ടെ. ഓക്കെ, ഇനൊക്കെ മെയിൻ സാധനമായി നമ്മുടെ പാക്കിലേക്ക് തന്നെ പോവാ. സോ പാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതാ സാധനം വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. റൊണാൾഡോയുടെ പാക്ക് ഇതാ വന്നിട്ടുണ്ട്. നമ്മുടെ പോർച്ചുഗൽ 2026 പ്രീമിയം പാക്കായിട്ട് കിടക്കുന്നത് 55 ദിവസത്തിൻ്റെ ഈ പാക്ക്. സോ നമ്മുടെ റോബർട്ടോ മാർട്ടിനസ് ഉണ്ട്, ആൾ വന്നിരിക്കുന്നുണ്ട്. ക്വിക്ക് കൗണ്ടർ 90, പിന്നെ ലോങ് ബോൾ 89 ഉണ്ട് കേട്ടോ. അപ്പോൾ മാർട്ടിനസ് ഉണ്ട്. പിന്നെ റൊണാൾഡോ ഇതാ ഗൈസ്, റൊണാൾഡോ 41 ഏജിലുള്ള റൊണാൾഡോ ആണ്. ഗോൾ പോച്ചർ കാർഡ്, യെസ് ഗോൾ പോച്ചർ കാർഡ് തന്നെയാണ്. ആളുടെ പ്രൈമിലത്തെ ഒരു വെർഷനായിട്ട് ഇട്ടിരിക്കുന്നത്. എല്ലായിടത്തും കളിക്കും അങ്ങനത്തെ രീതിയിൽ ഇട്ടിരിക്കുന്നത്. ലെഫ്റ്റ് വിങ് ഫോർവേഡ്, ലെഫ്റ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, സെൻട്രൽ ഫോർവേഡ്, SS എല്ലായിടത്തും കളിക്കും കേട്ടോ ആൾ. സ്റ്റാൻഡ്സൊക്കെ സ്പീഡൊക്കെ ഒരു 90 മുട്ടുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ബിഗ് ടൈം കാർഡിൻ്റെ അത്രയ്ക്ക് എത്തുമെന്ന് അറിയില്ല. എന്തായാലും കമ്പാരിസൺ നമുക്ക് നോക്കാം. പിന്നെ സോ ബൂസ്റ്റർ സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻറ്റ് കൊടുത്താൽ മതി. ആൾക്ക് വന്നിരിക്കുന്നത് വിൽ പവറാണ്, വേറെ എക്സ്ട്രാ സ്കില്ലില്ല. ഡബിൾ ടച്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല, നല്ല കാർഡായാൽ മതിയായിരുന്നു. എന്തായാലും റിവ്യൂ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാം കൂടി വരും കേട്ടോ. മെസ്സിയുടെ, യമാലിൻ്റെ, പിന്നെ ഹാരി കെയിൻ്റെ ഒക്കെ റൊണാൾഡോയുടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഹാരി കെയിൻ ഉണ്ട് ഇതിൽ മെയിനായിട്ട്. ഹാരി കെയിൻ വന്നിരിക്കുന്നത് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ട് തന്നെയാണ് ആളുടെ അങ്ങനെ കളിക്കാൾ. തുച്ചയിൽ വന്നിരിക്കുന്നത് പൊസിഷൻ ഗെയിം 90, ക്വിക്ക് കൗണ്ടർ 89 ഉണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലാത്ത മാനേജറാട്ടോ. അപ്പോൾ പൊസിഷൻ ഗെയിം കളിക്കണം, ക്വിക്ക് കൗണ്ടർ കളിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മാനേജ് തുച്ചയിൽ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ. ആൾ വന്നിരിക്കുന്നത് മറ്റേ സെൻട്രൽ ബാക്കിൽ നിന്ന് തൂക്കിയറാണ്, അല്ല DMF തൂക്കിയറാണ് CFക്ക് കേട്ടോ. അതാണ് ആളുടെ സാധനം വന്നിരിക്കുന്നത്, ലിങ്കപ്പ്. പിന്നെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതിൽ. ഓക്കെ, പിന്നെ മെയിൻ പാക്സിലേക്ക് തന്നെ വരാം. പാക്സിലേക്ക് വരുമ്പോൾ നമ്മളുടെ പറഞ്ഞ പോലെ തന്നെ 3 പേര്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ, ഇൻസാഗി, ക്രൊയ്ഫ്, ജോഡി ആൽബ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് കൂടി വന്നിരിക്കുകയാണ്. ഇതാ ജപ്പാൻ്റെ 2010 മുതൽ 18 വരെയുള്ള പ്ലേയേഴ്സിൻ്റെ വെച്ചിട്ടാണ്. സോ അതിൽ ബ്ലിറ്റ്സ്കേർ പ്ലസ് വിൽ പവർ നമ്മുടെ ഹോണ്ട നല്ല പ്ലെയർ ആട്ടോ. നമുക്ക് അറിയാലോ, നമുക്ക് ഓവർ ഹൈപ്പ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള മുതലുണ്ട്. പിന്നെ ഹസീബ വന്നിട്ടുണ്ട്, കഗാവെ അത് അടിപൊളി പ്ലെയർ തന്നെ. അപ്പോൾ ഈ 3 പ്ലേയേഴ്സാണ് നമ്മുടെ ജപ്പാൻ്റെ നാഷണൽ ടീമിൻ്റെ പ്ലേയേഴ്സായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യമുള്ള സ്കിൽസും ഉണ്ട് അവർക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ആഡ് ആക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഓക്കെ,
പിന്നുള്ളത് ഇതാണ് സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി എടുക്കാനുള്ളതാണ്. സോ നമ്മുടെ സ്പെയിൻ്റെയും അർജൻറ്റീനൻ്റെയും ടീമിൻ്റെ തന്നിട്ടുണ്ട് 5 പ്ലേസിന് വെച്ചിട്ട്. സോ ഇത് നമുക്ക് 5 ഫ്രീ സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും, 5 പ്ലേസിന് എടുക്കാം കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടണതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒന്നും വന്നിട്ടില്ല ഇതിൽ. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ അറ്റാക്ക് സർജിൻ്റെ ഫ്രീ ട്രൈ കിട്ടണമെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, എക്സ്ട്രാസിൽ പോവുക, ഈ സപ്പോർട്ടിൽ പോവുക. സപ്പോർട്ടിൽ പോയിട്ടേ ഈ സ്പെഷ്യൽ പ്രൊമോഷൻസ് ഉണ്ടല്ലോ, സോ അതിൽ പോയിട്ട് ഗിഫ്റ്റ് കോഡ് ഇത് അടിച്ചാൽ മതി കേട്ടോ. ഞാൻ പഠിക്കണേ ഈ EF കണക്റ്റ് എന്നാട്ടോ, കണക്റ്റ് എന്ന് അടിച്ചാൽ മതി. ഓക്കെ, സോ ഇതിൽ ആണ്. ഓക്കെ ഡൺ. EF കണക്റ്റ് എന്ന് അടിച്ചിട്ട് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഒരു അറ്റാക്കിംഗ് സർജിൻ്റെ ഫ്രീ ട്രൈ കിട്ടും. സോ അത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അറിയാത്തവരുണ്ടാവും കുറേ പേര്. പിന്നെ ഇതിൽ വേറെ ഒന്നുമില്ല, അങ്ങനെയാണ് അത് എടുക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ളത് മെയിനായിട്ട് കോൺട്രാക്റ്റ് അല്ല മിഷൻസിലാണ്. മിഷൻസിൽ നോക്കുമ്പോൾ ഇതാ കളിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഇത് സെലക്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, സോ കോയിൻസ് നോക്കുകയാണെങ്കിൽ 10, 20, 30, 40, 50, 60, 70, 100, ഒരു 300 കോയിനുള്ള ഉണ്ട് കേട്ടോ. 300 കോയിനുള്ള ഉണ്ട് കോയിൻ ഇതിലും. അപ്പോൾ ലോഗിൻ ബോണസായിട്ട് 300, ഇതിലും 300. അത് പൊളിച്ചു. അപ്പോൾ ഒരു 600 കോയിൻ അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ട്രൈസ് ഇതിലുണ്ട്, അത് കളക്ട് ചെയ്യാം കേട്ടോ. 5 എണ്ണം ഫ്രീ ട്രൈസ് കിട്ടും. അപ്പോൾ അതെന്തായാലും നൈസായി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതെന്തുട്ടാ, ഇത് വലിയ റേറ്റൊന്നും സാധാ ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. പിന്നെ ജെറാൾഡ് നിങ്ങൾക്ക് അറിയാലോ, ജെറാൾഡ് ഒന്നുമില്ല ഗൈസ്, നിങ്ങൾ ഫ്രണ്ട്ലി മാച്ചസ് സാധാ പോലെ കളിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ഒരെണ്ണം കളിച്ചതിന് 100 കോയിൻ കിട്ടും. പിന്നെ ഒരു 5 എണ്ണം കഴിച്ചാൽ നമുക്ക് ഫ്രീ ജെറാൾഡിൻ്റെ വിൽ പവർ പറഞ്ഞ സ്കില്ലുള്ള കാർഡ് ഇട്ടിട്ട് ഈ കാർഡ്. ഓക്കെ, സോ 5 ഫ്രണ്ട്ലി മാച്ചസ് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കളിച്ചാൽ മതി. പിന്നെ 5 എണ്ണം കൂടി കളിച്ചു കഴിഞ്ഞാൽ, അതായത് മൊത്തം 10 എണ്ണം കഴിച്ചാൽ അടുത്ത 100 കോയിൻ കിട്ടുക. അപ്പോൾ ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ എന്തായാലും നമ്മൾ കളിക്കേണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഫ്രണ്ട്ലി മാച്ചസ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നെ ജെറാഡ് നമ്മുടെ ഈ ഫുട്ബോൾ പോയിന്റിൻ്റെ ഇതിലാണ് വന്നിരിക്കുന്നത്, വെബ്സൈറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ, ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് അത് അറിയില്ല. അതപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ രജിസ്റ്റർ ചെയ്യുന്നത് ലോഗിൻ ചെയ്താൽ മതി, നമ്മുടെ അതിൽ പോയിട്ട് ലിങ്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സാധനം കിട്ടണതായിരിക്കും. അതിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ വേറെ നമുക്ക് എന്തായാലും ഈ മെസ്സിനും യമാലും ഒന്ന് ട്രെയിൻ ചെയ്യിക്കാം. ഓക്കെ, സോ ഒന്ന് സോർട്ട് ചെയ്യട്ടെ, ഓർഡർ ഓഫ് സൈനിങ്. ഓക്കെ, യമാൽ വരട്ടെ. യമാൽ മെസ്സിയോടെ, മെസ്സി നമുക്ക് തൽക്കാലം ഫോളി കിട്ടോടെ. സോ ലെവൽ ട്രെയിനിങ് സാധനം ഇഷ്ടം പോലെ. സോ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ബൂസ്റ്റർ കൊടുക്കാം. ബൂസ്റ്റർ ഉണ്ടോ? 5 ഉണ്ട്, കുഴപ്പമില്ല. ഫാൻറ്റസിയ കുഴപ്പമില്ല, മതി. 103 കിട്ടും കേട്ടോ നമ്മുടെ യമാൽ. മെസ്സി നോക്കുകയാണെങ്കിൽ ലെവൽ ട്രെയിൻ ചെയ്യാം. റിവ്യൂ ഓൺ ആക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല. സോ 102 103 കിട്ടും കേട്ടോ. സോ 2 കാർഡും അത്യാവശ്യം നല്ല കിട്ടില്ല സാധനം തന്നെയാണ്, പേടിക്കേണ്ട. ഏജിലിച്ചി. ഓക്കെ, സോ 103 നമ്മുടെ യമാൽ നോക്കുകയാണെങ്കിൽ റോമിംഗ് ഫ്ലാങ്ക് ആണ് വരുന്നത്. സോ സ്റ്റാറ്റ്സ് വൈസ് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ. ഡ്രിബിളിങ് കിങ് ആണ്, ഒരു രക്ഷയില്ല. ഫിനിഷിങ് 85 ഉണ്ട്, കേള് 84 ഉണ്ട്. സ്കില്ല് വന്നിരിക്കുന്ന മറ്റേ ഗെയിം ചേഞ്ച് പാസ് പറഞ്ഞ സ്കില്ലാണ്. ഓക്കെ, സോ സെറ്റ് തന്നെ കേട്ടോ, മോശം പറയരുത്. സ്പീഡൊക്കെ ഉണ്ട്, ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, മാസലസൺ ഒക്കെ കിട്ടല കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നമ്മുടെ മെസ്സി നോക്കുകയാണെങ്കിൽ റോൾ ഫിംഗറാണ്. എൻ്റെ പൊന്നത് എന്താണത്, ട്രിപ്പിളിക്ക് നിറച്ച് വെച്ചിട്ട്. മെസ്സിയുടെ പിന്നെ കുറേ ഷോർട്ട് ടൈം കാർഡ് ഉണ്ട്, അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. കേൾ 89 ഉണ്ട്, ഫിനിഷിങ് 83 ഉള്ളൂ. പക്ഷേ കുഴപ്പമില്ല, കൂട്ടി കൊടുക്കുക. പിന്നെ സ്പീഡ് ആക്സലേഷനൊക്കെ കുറവാട്ടോ, എന്നാലും കുഴപ്പമില്ല. ബാലൻസ് 97 ഉണ്ട്. സോ ഡബിൾ ടച്ച് മൂപ്പരെ വന്നിരിക്കുന്നത് വിഷണറി പാസ്സാണ് സ്കില്ല് കേട്ടോ മെസ്സിയുടെ. അപ്പോൾ മെസ്സി കുഴപ്പമില്ലാത്ത ആടഞ്ഞാടങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഉള്ളത്. ഇനി നമുക്ക് ബ്രസീലിൻ്റെ ഒക്കെ ബാക്ക്, അതുപോലെ തന്നെ നെതർലാൻഡ്സ്, പിന്നെ ഫ്രാൻസിൻ്റെ ബാക്ക്, ജർമ്മനിയുടെ ബാക്ക് നമുക്ക് 8-ാം തീയതി അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ അതാരും പേടിക്കേണ്ട, 8-ാം തീയതിക്കാണ് അവൈലബിൾ ആവുക, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അത്. അതുപോലെ നമ്മുടെ മെസ്സിയുടെ നെയ്മറിൻ്റെ ഒക്കെ ബിഗ് ടൈം ബാക്ക് ഉടനടി എന്തായാലും വരുന്നതായിരിക്കും. ഓൾറെഡി ഡാറ്റാ ബേസിൽ കുറച്ച് പ്ലേസിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്, ഡെൽപിയറോ, റൊണാൾഡിനോ, അങ്ങനെ കുറച്ച് പ്ലേസിൻ്റെ ഒക്കെ ഡാറ്റാ ബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഫെർഡിനാൻഡ്. അപ്പോൾ അവരുടെയൊക്കെ ബാക്ക് ഈ കാലഘട്ടത്തിൽ തന്നെ, അതായത് ഈ വേൾഡ് കപ്പിൻ്റെ ഇടയിലിനെ അവർ ഇറക്കി വിടുന്നതായിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. തിങ്കളാഴ്ച തന്നെ ചിലപ്പോൾ വന്നു വരെ ബാക്കി ചിലതൊക്കെ. എന്തായാലും ഈ പ്ലേയേഴ്സിൻ്റെ ഒക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് എന്തായാലും ഇറക്കി വിടാം. കുറച്ച് ടൈം വേണം കേട്ടോ, തിങ്കളാഴ്ചയ്ക്കുള്ള എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സോ വേറൊന്നും ഇല്ലല്ലോ അങ്ങനെ നോക്കാനായിട്ട്, ഇല്ല തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ കാർഡ്സ് എങ്ങനെ കിട്ടാന്ന്? ഇപ്പോൾ വേറെ ഡൗട്ടൊന്നുമില്ലോ. പിന്നെ ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കോയിൻ സെയിൽ വന്നിട്ട് നമ്മുടെ
ഇൻ ഗെയിമിൽ കോയിൻ ഇത് വന്നിട്ട് സെയിൽ വന്നിട്ട്, അതുപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് വഴി കോയിൻ എടുക്കാം കേട്ടോ. സോ അതും നിങ്ങൾ മറക്കണ്ട. ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഈ ഫുട്ബോളിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൽ കോയിൻ്റെ ലോഗോ കാണിക്കുക. അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ ഭാരത് ഇന്ത്യ എന്നുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ID ലോഗിൻ ചെയ്താൽ മതി അവിടെ. അപ്പോൾ കോയിൻ ഓഫർ എടുക്കാനുള്ള ഇത് കാണും. ഇതേ ഓഫർ തന്നെ ആയിരിക്കും. ഓക്കെ, റേറ്റ് ഒക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ കോയിൻ ഓഫർ വരുമ്പോൾ എന്തായാലും വേൾഡ് കപ്പിൻ്റെ ഇവൻ്റ് ഒക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ രീതിയിൽ അവർ കൊണ്ടുവന്നതാണ്. മാക്സിമം എല്ലാവരും കോയിൻ കളക്ട് ചെയ്യാൻ നോക്കുക. എന്തായാലും ഈ ക്യാമ്പയിൻ്റെ ആയിട്ട് തന്നെ ഒരു 2000 കോയിനടുത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും. ഇതിൽ പോയിട്ട് ഇൻവിറ്റേഷനിൽ പ്ലേയേഴ്സിന് ഇൻവിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ അയച്ചു കൊടുക്കുക, പ്ലേയേഴ്സിന് അയച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്ത് കോപ്പി ചെയ്തിട്ട് ആൾക്കാരെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, സോ അങ്ങനെ ഇതൊന്നും കുറച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർ ഇന്ന് ഡിവിഷൻ 8 കയറി കഴിഞ്ഞാൽ ഇത്ര കോയിൻ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഡിവിഷൻ 7 കയറി ഇത്ര കോയിൻ കിട്ടും, 6 കയറി ഇത്ര കോയിൻ കിട്ടും. അപ്പോൾ അങ്ങനെ സംഭവമുള്ളൂ. ഓക്കെ, അത് എളുപ്പത്തിലെടുക്കാം, പേടിക്കണ്ട. നിങ്ങളെന്തായാലും ഷെയർ ചെയ്യും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ്. ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ഇട്ടു എന്നുള്ളൂ ഇന്നത്തെ അപ്ഡേറ്റിൻ്റെ. ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, വിട്ടുപോയിട്ടില്ല. ഓക്കെ, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഗൈസ്, എന്ത് വിട്ടിട്ടുള്ളൂ, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. അതുവരെയ്ക്കും ബൈ.